അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഞാനിപ്പോഴുള്ളത് ഗോവയിലെ ക്യാപിറ്റൽ സിറ്റിയായ പനാജി എന്നുള്ള പഞ്ചിമെന്ന് ഇവിടുത്തുകാർ വിളിക്കുന്ന പനാജി എന്നുള്ള സ്ഥലത്താണ്. സൗത്തിലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയുടെ തലസ്ഥാന നഗരമായ പനാജിം ഒരുപാട് പേര് വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തുന്ന ഒരിടം കൂടിയാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ടൂറിസത്തിൻ്റെ സാധ്യതകളെ, വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യതകളെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുന്ന, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെ മനോഹരമായി ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ വിദേശ ആഭ്യന്തര സഞ്ചാരികൾ എത്തുന്ന ഒരിടം കൂടിയാണ് പനാജി. ആ പനാജിയുടെ ഏറ്റവും പോർഷായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇതിലൂടെയാണ് വന്നത്. ഇപ്പോൾ ഞാൻ വന്ന റോഡാണ് നിങ്ങൾ കാണുന്നത്. ഇത് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള റോഡാണ്, പനാജി ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള റോഡാണ് ഇത്. അപ്പോൾ കാര്യങ്ങളും അതേപോലെ തന്നെ ഗോവയെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്ന റോഡാണ് നേരത്തെ കാണിച്ചത്. അവിടെ നിന്ന് ഈ ജംഗ്ഷനിലെത്തുമ്പോൾ, ഈ ട്രാഫിക് സിഗ്നലിലെത്തുമ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിയുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളിൽ എത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ലോകരാജ്യങ്ങൾ ഇന്ന് വിനോദസഞ്ചാരത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് സൗദി പോലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിലേക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാമൊക്കെ ജീവിച്ചു പോകുന്നത്. ഗോവ എന്ന് പറയുമ്പോൾ ഒരുപാട് ബീച്ചുകളും കാര്യങ്ങളും എല്ലാമുള്ള, വിനോദസഞ്ചാരത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന, അതേപോലെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ വീഡിയോയും പോലെ ഇതിനടുത്തുള്ള പാഞ്ചിം ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു പള്ളിയിലേക്കുള്ള വഴിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കാണിച്ചതുപോലെ ഈ റോഡിലേക്ക് നടന്നും പോവാം. അതേപോലെ തന്നെ നടന്നു പോവുകയാണെങ്കിൽ 15 മിനിറ്റ് ഉണ്ട് പള്ളിയിലേക്ക്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് റൈറ്റിലേക്ക് എടുത്ത് ഇങ്ങനെ നടക്കുക. അതേപോലെ ഗോവ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ആദ്യം ഓടി വരുന്നത് ഒരുപാട് കടൽ തീരങ്ങൾ, ബീച്ചുകൾ, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷേ ഒരു വലിയ പുഴ ഇതിലൂടെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ഒരുപാട് നെൽപ്പാടങ്ങളും കൃഷികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗോവ. ഇപ്പോൾ കാണുന്നുണ്ടാവും, വളരെ മനോഹരമാണ് ഗോവ. അതേപോലെ ഞാൻ വന്ന റോഡാണിത്. ഈ റോഡിലൂടെ വന്ന് ഇവിടുന്ന് ഈ റോഡിലേക്ക് റൈറ്റ് എടുക്കുക. ഓക്കെ, ഈ റോഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ പള്ളിയാണ്. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന റോഡാണ്. ഇവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിയുക. ഓക്കെ, അതേപോലെ ഇവിടുത്തെ ബീച്ചുകളായാലും പുഴകളായാലും വളരെ മനോഹരമായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു വേസ്റ്റ് പോലും നമുക്കിവിടെ പുഴയിൽ എറിഞ്ഞതായി കാണുന്നില്ല. വളരെ മനോഹരമായ ഒരിടം.
ഇതിലൂടെ നമ്മൾ സ്ട്രൈറ്റ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുള്ളവർക്ക് അങ്ങനെയും പോവാം. ഗോവയെ മനോഹരമാക്കുന്നത് ഇവരുടെ മെയിൻ്റെനിങ് ആണ്. ഇവിടുത്തെ ഗോവയെ മനോഹരമാക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിച്ചതിൽ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഇവിടെ ക്ലീൻ സിറ്റിയാണ്. ഇവിടുത്തെ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു രീതിയാണ്. ഒരു വൃത്തികേടില്ലാതെ ചപ്പ് ചവറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയാതെ അങ്ങനെ വളരെ മെയിൻറ്റെയിനിങ് ആയി പോകുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. ഇത് ഇവിടുത്തെ ഒരു പ്രധാന റോഡാണ്. അപ്പോൾ അതിൽ സ്ട്രൈറ്റ് വന്നിട്ട് ആ സ്ട്രൈറ്റ് റോഡ് തന്നെ പോകുന്നതാണ്. അതിനിടയിൽ ഇവിടെ പുറം കാഴ്ചകൾ കാണിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ഫ്ലോട്ടിംഗ് പോലുള്ളൊരു ബ്രിഡ്ജാണ്. നമുക്ക് യാത്ര തുടരാം. ഈ റോഡിൽ തന്നെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 8-9 മിനിറ്റുള്ളിൽ നമ്മൾ പള്ളിയിലെത്തുന്ന വിചാരിക്കുക. നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുള്ളവർക്ക് അങ്ങനെയും പോവാം. അങ്ങോട്ടുള്ള റോഡാണ്. ഇതൊരു ബോട്ട് ജെട്ടിയാണ് ഇവിടെ കാണുന്നത്. ആലപ്പുഴ പോലെ കുമരകം കൊച്ചി പോലെയൊക്കെയുള്ള ബോട്ടിംഗ് ടൂറിസം കൂടിയുള്ള അതിൻ്റെ ഒരു ജെട്ടിയാണ് ഇവിടെ. അതിൻ്റെ എൻട്രൻസാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രൈവറ്റാണ്, പ്രൈവറ്റ് ബോട്ട് ജെട്ടിയാണ്. ഞാൻ വന്ന റോഡാണ് ബാക്കിൽ ഈ റോഡ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാപ്പ് ഇട്ടിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ തന്നെ എത്തിക്കുന്നുണ്ട്. വന്ന റോഡാണ്. അവിടുന്ന് സ്ട്രൈറ്റ് വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് കുറച്ച് മുമ്പ് ആ റോഡ് കാണുന്നിടത്തുനിന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്ന് എത്തുന്നത് ഇവിടെയാണ്. ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്, പുരാതനമായൊരു പള്ളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പള്ളി ഇതിൽ നേരെ പോകുമ്പോൾ ചെറുതായിട്ട് അവിടെ ഒരു മിനാരങ്ങൾ കാണാം, ഒരു ആർച്ചുകൾ. അപ്പോൾ അങ്ങോട്ട് പോവാം. ഈ റോഡിലേക്ക് കയറുമ്പോൾ പള്ളി മിനാരങ്ങൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട്.
സോ ഈ കാണുന്നതാണ് പള്ളി. ഇതാണ് പള്ളി. ഇൻഷാ അല്ലാഹ് പള്ളിക്കകത്ത് പോയിട്ട് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അതിൻ്റെ അപ്ഡേറ്റും കൂടി തരാവുന്നതാണ്. ഓക്കെ, അതാണ് പള്ളി. അപ്പോൾ മാഷാ അല്ലാഹ് നടന്നാണ് വന്നത്. മനോഹരമായൊരു പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ ജമാഅത്ത് നടന്നിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇപ്പോൾ ഞാൻ കാണിച്ചതാണ് നമ്മുടെ പള്ളി, അതായത് പഞ്ചിം ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള പള്ളി ഇതാണ്. താഴെ എല്ലാ സൗകര്യങ്ങളുണ്ട്. പള്ളിയുണ്ട്. കുറച്ച് അങ്ങോട്ട് മാറി ഒന്ന് കൊടുക്കുന്ന സ്ഥലമാണ് അപ്പുറം. ഇടത് ഭാഗത്തായിട്ട് ഇത് ഹമ്മാം, ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ പള്ളി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ പഞ്ചിം ബസ് സ്റ്റാൻഡിന് ഏറ്റവും അടുത്തുള്ള ഏകദേശം ഒരു 15 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ്, അതേപോലെ ഒരു 2-3 മുതൽ 5 മിനിറ്റ് വരെ വണ്ടി എടുത്തിട്ട് വന്നാൽ 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ, അതായത് ഒരു വലിയ പുരാതനമായ ഒരു ചർച്ചിനടുത്തുള്ള പള്ളിയാണ്. അതേപോലെ നമുക്ക് ഗൂഗിളിൽ പിന്നെ ഞാൻ കഴിയാവുന്നത്ര വഴി ഇവിടെ കാട്ടി തന്നിട്ടുണ്ട്. പക്ഷേ അതിനടുത്തുള്ള ഏരിയ കവർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വഴി പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ആണ് പറയുന്നത്. ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പള്ളിയുടെ ലൊക്കേഷൻ കിട്ടും. നിയറസ്റ്റ് മസ്ജിദ് എന്ന് അടിച്ചാൽ മതി. 15 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ്, അതേപോലെ 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ വണ്ടി എടുത്തിട്ട് വരാവുന്നതാണ്. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ സുബഹിക്ക് തുറക്കും. സുബഹിക്ക് തുറന്നു കഴിഞ്ഞാൽ രാത്രിയാണ് അടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അതിനിടയിൽ മെയിൻ പള്ളി അടക്കും. താഴെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.